അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. രാവിലെ ചക്കി എണീപ്പിക്കാനും റെഡിയാക്കാനൊന്നും ഒരു പാടും ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് മനസ്സിലായി എവിടെയോ യാത്ര പോവുകയാണെന്ന്. അപ്പോൾ ദാ ട്രെയിനും അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ട്രെയിൻ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് രാവിലെയും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയായിരുന്നു. ഞാൻ ഏതാണ്ടൊക്കെ വീഡിയോസ് എടുത്തു. പക്ഷേ എല്ലാം കൂടി ഇതിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് അരിച്ച് പറക്കി ഞാൻ 2 എണ്ണം മാത്രം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ സൺറൈസിൻ്റെ വീഡിയോ ആണ്. ഇത് അടിപൊളിയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സൈഡായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചെടുത്തു. പിന്നെ കണ്ടൽക്കാട് പോലെ ഒരു സാധനം, അതും കൂടെയാണ് ഞാൻ അടുത്ത വീഡിയോ ഇട്ടേക്കുന്നത്. ഇതും അടിപൊളിയായിരുന്നു. സ്ട്രൈക്ക് ചെയ്ത വേറൊരു വീഡിയോ ആയിരുന്നു. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇവരിവിടെ അന്തസ്സായിട്ട് ഉറങ്ങി. എന്തായാലും ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂരെത്തി. അവിടെ നിന്ന് നേരെ ആദ്യം പോയി വയറ് നിറച്ചു. അവിടെ നിന്ന് പിന്നെ നേരെ ഒരു ബസ്സിന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി, സ്റ്റേ ഉള്ള ഹോട്ടലിലേക്ക്. അതും അത്യാവശ്യം അടിപൊളി ഹോട്ടലൊക്കെ തന്നെയായിരുന്നു. അത് ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ചക്കിക്കായിരുന്നു. ബിക്കോസ് അവൾക്കിങ്ങനെ കുത്തിമറിയാൻ അടിപൊളിയായിട്ട് അവിടെ പറ്റുമായിരുന്നു. പിന്നെ വൈകിട്ടൊക്കെ ആയി. ചാച്ച പറഞ്ഞേ. അപ്പോൾ ചാച്ച നമ്മൾ ഇറങ്ങുവാണ്. ഇനി ബാക്കി മറൈൻ വേൾഡ് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ മറൈൻ വേൾഡിലേക്ക് പോകാൻ നേരമുള്ള വിഷ്വൽസാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത്. ബാക്കി ഇനി അതിൽ കാണാം. ഓക്കെ.